കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതോടെ നാട്ടുകാരെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് കാരണം അശാസ്ത്രീയമായ പെർമിറ്റ് നൽകലാണ് എന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട്. ഇതിനിടെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും RTOയ്ക്കും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് മരുതോങ്കര സ്വദേശിയായ വിദ്യാർത്ഥി അബ്ദുൽ ജവാദ് മരിച്ചതോടെയാണ് ബസ് ഉടമകളുടെ മത്സര ഓട്ടത്തിനെതിരെ നാട്ടുകാരും യുവജന സംഘടനകളും രംഗത്ത് വന്നത്. പ്രതിഷേധ സ്ഥലത്തേക്ക് പോലീസ് എത്തിയതോടെ സമരക്കാർ പോലീസ് വാഹനത്തിൽ റീത്തുവെച്ചു. കുറ്റ്യാടി റൂട്ടിലോടുന്ന ബസ് സമരക്കാർ തടഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചു. സ്വകാര്യ ബസ്സിലേക്കാണ് സമരക്കാരെ കയറ്റിയത്. ഇതിൽ പ്രകോപിതരായി സമരക്കാർ കസ്റ്റഡിയിലെടുത്തവരെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് സംഘർഷത്തിനിടയാക്കി. ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് കാരണം അശാസ്ത്രീയമായ പെർമിറ്റ് നൽകലാണെന്നാണ് ബസ് ഉടമകളുടെ വാദം. സമയക്രമം പരിഷ്കരിക്കാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ബസ് ഉടമകൾ പറഞ്ഞു. ഓരോരോ റൂട്ടുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പുതിയ പെർമിറ്റ് അനുവദിക്കരുത്. ഓരോരോ മിനിറ്റിലുള്ള ഓരോ പെർമിറ്റിൻ കൊണ്ടാണ് അപകടങ്ങളും കോമ്പറ്റീഷനും ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ള ഒരു രീതിയിലല്ല അപകടം ഉണ്ടാകുന്നത്. നല്ല ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിനിടയ്ക്ക് പെട്ടെന്നൊരു പെർമിറ്റ് അനാവശ്യമായിട്ട് പെർമിറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ റൂട്ടിൽ കൃത്യമായി സർവീസ് നടത്താൻ സാധിക്കുന്നില്ല. ബസ്സുകളുടെ അമിതവേഗം ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടു. അപകടത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട കമ്മീഷൻ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും RTOയ്ക്കും നിർദ്ദേശം നൽകി. ന്യൂസ് മലയാളം, കോഴിക്കോട്.